നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ അമ്പലപ്പുഴയിലെ ദൃശ്യം മോഡൽ കൊലക്കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചിട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ കരൂരിലെ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ആൺസുഹൃത്ത് ജയചന്ദ്രന്റെ മൊഴി. കഴിഞ്ഞ 13-ന് സഹോദരിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസെടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് രാവിലെ ഈ അമ്പലപ്പുഴയിൽ നിന്ന് കേട്ടത്. അതായത് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ സമീപകാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടിയായി ഉണ്ടാകുന്നുണ്ട്. അതായത് യുവതികളെ, സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി പിന്നീട് നാളുകൾക്ക് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ വിജയലക്ഷ്മിയുടെ ഈ കൊലക്കേസിൻ്റെ ചുരുളഴിഞ്ഞത്? ടോം, തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 6ാമത്തെ കൊലപാതകമാണ് ഇത്തരത്തിൽ. അതായത് ഒരാളെ കൊന്ന് കുഴിച്ചു മൂടുക അല്ലെങ്കിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുക, ആ രീതിയിൽ സമാനമായ രീതിയിലുള്ള 6ാമത്തെ കേസാണ് ആലപ്പുഴയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി അമ്പലപ്പുഴ കരൂരിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അമ്പലപ്പുഴ കരൂർ കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മി എന്ന സ്ത്രീയാണ് അമ്പലപ്പുഴ കരൂരിലെ വീട്ടിലെത്തിച്ച് അവരുടെ ആൺ സുഹൃത്തായ ജയചന്ദ്രൻ എന്നയാൾ കൊലപ്പെടുത്തിയത്. അവർ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ഒപ്പം തന്നെ അങ്ങനെയാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിലുമുള്ളത്. ഈ വിജയലക്ഷ്മി കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവിടെ മത്സ്യബന്ധനത്തിനായി എത്തുന്ന ആളുകൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവരെ കാണാനില്ല എന്നുള്ള വിവരം കരുനാഗപ്പള്ളി പോലീസിന് ആദ്യമായി കൈമാറുന്നത് വിജയലക്ഷ്മിയുടെ സഹോദരിയാണ്. കഴിഞ്ഞ 13-ന് അവർ അങ്ങനെ ഒരു പരാതി നൽകുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. അതായത് ഒരു മിസ്സിംഗ് കേസായി വന്ന കേസ്, നമ്മൾ സുഭദ്ര കേസിന് സമാനമായ രീതിയിൽ തന്നെ ഒരു മിസ്സിംഗ് കേസായി ആദ്യം കരുനാഗപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് അത് കൊലപാതകമായി മാറുകയും ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ വെച്ചാണ് കൃത്യം നടന്നിട്ടുള്ളത്. അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടക്കുകയും മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഥലത്താണ് ഈ മൃതദേഹം കൊണ്ടുവന്ന് അയാൾ മറവ് ചെയ്തിരുന്നത്. അതായത് ഈ മതിലിനോട് ചേർന്ന വളരെ ചെറിയൊരു കുഴി, ഒരടി പോലും താഴ്ചയില്ലാത്ത വളരെ ചെറിയ ഒരു കുഴിയിലാണ് ഈ മൃതദേഹം മറവ് ചെയ്തിരുന്നത്. മൃതദേഹം മറവ് ചെയ്തതിനു ശേഷം പിന്നീട് മൃതദേഹത്തിന്റെ കാൽഭാഗം ഉയർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഇയാൾ പിന്നീട് എംസാൻഡ് അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മൂടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ മൃതദേഹം മൂടപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം ഇവരുടെ ഈ കാണുന്ന കോമ്പൗണ്ടിൽ ഒരു കല്ലിടൽ കർമ്മം നടന്നിരുന്നു. ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങൊക്കെ ഇവിടെ നടന്നിരുന്നു. അതൊന്നും ഈ വീട്ടിലുള്ള ആളുകൾ അറിയാതെയാണ് ഇത്തരത്തിൽ മൃതദേഹം ഇവിടെ കിടക്കുമ്പോഴാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നിരുന്നത് എന്നുള്ളതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ തന്നെ മറ്റ് ബന്ധങ്ങളാണ്. അതായത് ഈ കൊലപാതകം നടത്തിയ ജയചന്ദ്രന് ഭാര്യയും കുട്ടിയുമുള്ള ആളാണ്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വർഷങ്ങളായി അടുപ്പമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പണമിടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ കാണാനായി, അതായത് ജയചന്ദ്രനെ കാണാനായി കരൂരിലെ വീട്ടിലേക്ക് ഇവർ എത്താറുണ്ടായിരുന്നു എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് ആ മൃതദേഹം കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് തൊട്ടടുത്തായി നമ്മൾ കാണുന്നതാണ് ആ കുഴിയെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ മതിലിനോട് ചേർന്ന ആണ്, ഒരടി പോലും താഴ്ചയില്ലാത്തൊരു ഭാഗത്താണ് ഈ മൃതദേഹം മറവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. 10:30 പ്രതിയുമായി പോലീസ് സ്ഥലത്തെത്തി. കൊല്ലം, ഒപ്പം തന്നെ അമ്പലപ്പുഴ പോലീസ്, കരുനാഗപ്പള്ളി പോലീസും അമ്പലപ്പുഴ നിന്നുള്ള അന്വേഷണ സംഘവും ചേർന്നാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ആദ്യം കൊല്ലം CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. കൊലപാതകമാണ് എന്ന് പ്രതിയിൽ നിന്ന് മൊഴി ലഭിക്കുന്നു, കുറ്റസമ്മത മൊഴി ലഭിക്കുന്നു. തുടർന്ന് അമ്പലപ്പുഴ പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിലെത്തി ഈ പരിസരത്ത് മണ്ണടക്കം പരിശോധിച്ചു. മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു സ്ഥലത്ത് മൃതദേഹത്തിന്റെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതി മൊഴി നൽകിയത്. വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്ത ശേഷം അവരെ ഇവിടെ കൊണ്ടുവന്ന്
മറവ് ചെയ്തു എന്നുള്ള വിവരം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. തുടർന്നാണ് ഇന്നലെയും അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. അതായത് മൃതദേഹമുണ്ട് എന്നുള്ള ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ഇവിടേക്ക് ഇപ്പോൾ തഹസിൽദാറുടെയൊക്കെ സാന്നിധ്യത്തിൽ മൃതദേഹം കുഴിച്ചെടുത്തത്. 10:30 പ്രതിയെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അയാൾ പോലീസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഈ ജയചന്ദ്രനും ഒപ്പം വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മി എത്തുകയും ചെയ്തിരുന്നു. ആ താമസത്തിനായി എത്തുന്ന ഘട്ടത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ വീട്ടിൽ താമസിച്ച ശേഷം ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരാളുടെ ഫോൺ വരുന്നു, മറ്റൊരാൺ സുഹൃത്തിന്റെ കോൾ വരുന്നു. അതിനെ തുടർന്ന് ഉണ്ടായ തർക്കമാണ്, പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അതായത് അത്തരത്തിൽ പെട്ടെന്നുള്ള പ്രകോപനം അങ്ങനെ നടന്നൊരു കൊലപാതകമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, വിജയലക്ഷ്മിയുടെ കൊലപാതകത്തെ കാണേണ്ടത്? കാരണം ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റൊരു ബന്ധം വിജയലക്ഷ്മിക്ക് ഉണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രൻ കൊലപ്പെടുത്തി. അതിനപ്പുറം ഒരു ആസൂത്രിതമായ കൊലപാതകം, അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകം അങ്ങനെയല്ല എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ഏറ്റവും ആസൂത്രിതമായ കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടില്ല. മറിച്ച് ആ സമയത്തുണ്ടായ അയാൾ നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം ഈ പറഞ്ഞ ആ സമയത്തുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തി, പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ജയേന്ദ്രന്റെ വീടിനകത്തു നിന്നും രക്തവും ഒക്കെ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ആ സമയത്തുണ്ടായ പ്രകോപനമാണോ അതോ മറിച്ച് ഇവരെ കൊലപ്പെടുത്താനായി തീരുമാനിച്ചിരുന്നു എന്നൊക്കെ ഇനിയും അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ മാത്രമേ പോലീസിന് സ്ഥിരീകരിക്കാനായി കഴിയൂ. മൃതദേഹം അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായി മറ്റൊരാളുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ? കാരണം ഒരു വീടിന് ഇപ്പുറത്തേക്ക് മറ്റൊരു കോമ്പൗണ്ടിൽ കൊണ്ടുവന്നാണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതായുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മിസ്സിംഗ് കേസായി 13-ാം തീയതി സുഭദ്ര കേസിന് സമാനമായ രീതിയിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു കേസ് വളരെ പെട്ടെന്ന് തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മികവാർന്ന അന്വേഷണ മികവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്തുകയും ആദ്യ പടി എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘത്തിന് മൃതദേഹം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണ മികവ് പ്രത്യേകിച്ചും എടുത്തു പറയണം. ഈ സമീപകാലത്താണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കൊലപാതക കേസുകളുടെ പോലും ചുരുളഴിഞ്ഞത്. അങ്ങനെ ഈ സമീപകാലത്ത് നിരവധി കൊലക്കേസുകൾ ആലപ്പുഴ പോലീസ് തെളിയിക്കുകയും ചെയ്തു. ഈ കേസിൽ, ഈ വിജയലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളുണ്ടായിരുന്നു. ഒരു തിരോധാന കേസ്, വിജയലക്ഷ്മിയുടെ തിരോധാന കേസാണ് അത് കൊലപാതകമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ജയചന്ദ്രനാണ് കൊലയാളി എന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന് ഈ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളിൽ നിന്നോ മറ്റോ നേരത്തെ ലഭ്യമായിരുന്നോ? ഇതിൽ വളരെയധികം ട്വിസ്റ്റുകളുള്ള ഒരു കേസാണ്. കാരണം ഒന്നാമത്തെ ഇവരെ മിസ്സിംഗ് ആവുന്നത് 6-ാം തീയതിയാണ്. അതിനുശേഷം 13-ാം തീയതി മാത്രമാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. അതായത് അത്രയും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൈം നടന്ന അത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പോലീസിന് ഇവർ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി പോലും ലഭിക്കുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ മിസ്സിംഗ് കേസിൽ നിന്ന് ഒരു വെറും ഒരു തിരോധാന കേസായി രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും ഒരു കൊലപാതകത്തിലേക്ക് എത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് തുടക്കം അത്തരത്തിൽ ആ ഒരു അന്വേഷണ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് കരുനാഗപ്പള്ളി പോലീസാണ്. അവർക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു, ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയും പ്രതി ഇന്ന ആളാണ് എന്നുള്ളത് അമ്പലപ്പുഴ പോലീസിന് വിവരം കൈമാറാനും കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അവരെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും രണ്ട് സംഘങ്ങളും കൃത്യമായി അവർ ആ രീതിയിൽ കൃത്യമായ ഒരു അവരുടെ നിഗമനങ്ങൾ കൃത്യമായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ ഈ കേസുകൾ മാത്രമല്ല, ആലപ്പുഴയിൽ കഴിഞ്ഞ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ അത്തരം ഒരു അന്വേഷണ മികവ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. സുഭദ്ര കേസാണെങ്കിൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇവിടെ പ്രതിയെ നേരത്തെ തന്നെ പോലീസിന് കിട്ടി എന്നുള്ളതാണ്. ഇതിൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒന്ന് കൊലപ്പെടുത്തിക്കൊണ്ട് കുഴിച്ചുമൂടുകയല്ല, മറിച്ച് അവരുടെ മൊബൈൽ ഫോൺ എറണാകുളത്തേക്ക് എത്തിക്കുക,
KSRTC ബസ്സിൽ എറണാകുളത്തേക്ക് മൊബൈൽ ഫോൺ എത്തിക്കുക, അതായത് അവർ എറണാകുളത്ത് നിന്നാണ് അവരെ മിസ്സിംഗ് ആകുന്നത് എന്നുള്ളൊരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് അയാൾ പുറപ്പെടുന്ന സമയത്ത് അയാളുടെ ഫോൺ വീട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അമ്പലപ്പുഴയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഫോൺ അവിടെ വെച്ചതിന് ശേഷമാണ് വിജയലക്ഷ്മിയുടെ ഫോണുമായി സഞ്ചരിക്കുകയും KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. ഈ ഫോൺ എറണാകുളം പോലീസിന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ ഫോണിലേക്ക് ഉടമ വിളിക്കുന്നില്ല. അവിടെ തന്നെ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം ഈ ഫോണാണ് അന്വേഷണ സംഘത്തിന് കിട്ടുന്നത്. അതിനുശേഷമാണ് ഈ പരാതി പോലും ആളുകളിലേക്ക് അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തുക വളരെ ദുഷ്കരമായിരുന്നു. കാരണം കൃത്യം നടന്ന ആഴ്ചകൾ പിന്നിട്ട ശേഷമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് വളരെയധികം വെല്ലുവിളിയുള്ള ഒരു കേസുമായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഫൈൻഡിങ്സ് കൃത്യമായിരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം കണ്ടെത്താനായി കഴിഞ്ഞു. ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി കണ്ടെത്തേണ്ടത് ഇതിനകത്ത് മറ്റാളുകളുടെ സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായുള്ളത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയാണ്. ഇൻക്വസ്റ്റ് ഏകദേശം ഒരു 2 മണിക്കൂറോളം പ്രൊസീജിയർ ആയിരുന്നു. അത്തരമൊരു സംശയമുണ്ടോ ഈ കൊലപാതകത്തിനോ അതല്ലെങ്കിൽ ഈ മൃതദേഹം കുഴിച്ചിടുന്നതിനോ ഈ പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം പോലീസിനുണ്ടോ? കാരണം ഈ പ്രതി തനിച്ച് ഈ മൃതദേഹം അവിടെ എത്തിക്കുക, കുഴിച്ചു മൂടുക, അത്തരം സാധ്യതകളല്ലേ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത്രയും അധികം ഈ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ മൊബൈൽ ഫോൺ അടക്കം മറ്റൊരു ഇടത്തേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം. പക്ഷേ ആ സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരു മറുപടി ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ട്, ആ സിനിമയിലെ കാര്യങ്ങളൊക്കെ തന്നെ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇയാള് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു സഹായം, അതായത് ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്നതിനടക്കമുള്ള മറ്റൊരു സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നത് അടക്കം ഈ പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രാഥമികമായി പോലീസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃതദേഹം കണ്ടെത്തുക. ആ കണ്ടെത്തലിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇനി അന്വേഷണ സംഘം തുടർ ദിവസങ്ങൾ മറ്റ് കേസുകളിലെ ഇത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം ഈ കൃത്യം നടന്നിട്ടുള്ളത് അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കൈമാറേണ്ടതുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. എന്തായാലും പെട്ടെന്ന് ഉള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. രാത്രിയിൽ ആ പ്ലെയർ കൊണ്ട് അടിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരാളുടെ ഫോൺ വന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ആൺസുഹൃത്തിന്റെ കോളാണ് വന്നത്. അവിടെ ഉണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിൽ നയിച്ചെന്നുള്ള പോലീസ് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ കൃത്യമായി ഇവിടേക്ക് വിളിച്ചു വരുത്തി ഒരു കൊലപ്പെടുത്താനുള്ള ശ്രമവും മറ്റൊന്നും നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കും. എല്ലാ ഭാഗങ്ങളും അവർ ഇഴകീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യം ബോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിപ്പോൾ വിജയകരമായി തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. വലിയ ശ്രമകരമായ ദൌത്യങ്ങളിലേക്ക് പോകാതെ തന്നെ അവർ കൃത്യമായ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇത്തരം ഒരു മൃതദേഹത്തിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് സ്വർണം അപഹരിക്കലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യ കടമ്പ പോലീസ് കഴിഞ്ഞിരിക്കുന്നു. അവർ ആ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയാണ്. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുന്നു. വേറെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്നും രാവിലെ വന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ സുഹൃത്ത് ജയചന്ദ്രൻ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഇത് മറ്റൊരു ബന്ധം ഈ വിജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. ഈ സംശയമാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നും പോലീസ് പറയുന്നു.
സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചൊരു കേസാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേരാമ്പ്ര സ്വദേശി രജനി മരിച്ചത് ചികിത്സ വൈകിയത് കാരണമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. ശരീരവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ഇതാണ് മരണത്തിന് ഇടയാക്കിയതെന്നും ആരോപണമുണ്ട്. ഇത്രയും അവശയായ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവശയായ ഒരാൾക്ക് ഒരു ഡ്രിപ്പ് പോലും അവർ നൽകിയിട്ടില്ല. ന്യൂറോളജി ആൾക്കാരും പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രോഗി വല്ലാതെ അവശ നിലയിലേക്ക് പോയി. ഓരോ ഭാഗങ്ങളും അതായത് വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബോഡി മൊത്തം വീക്കായി പോയി. കാലിലൊരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ രോഗി അലറി വിളിക്കുകയാണ്, എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നും പറഞ്ഞിട്ട്. അപ്പം മറ്റൊരു രോഗിയെ നോക്കാൻ വന്ന ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ നോക്കുകയും ന്യൂറോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്ത് അന്ന് തന്നെ അവിടെ അഡ്മിഷൻ കാണിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ICUലേക്ക് റെഫർ ചെയ്തത്. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആൾ മൊത്തം വീക്കായി പോയിരുന്നു. വെന്റിലേറ്ററിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഭർത്താവിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം ചികിത്സാ പിഴവുകൾ ഒരു പുതിയ സംഭവമല്ല. കാരണം ചികിത്സാ പിഴവ് മൂലം നിരവധി രോഗികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, അതുപോലെ ICU പീഡന കേസ്, ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച സംഭവം, അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ സമീപകാലത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം ഒരു സ്ത്രീയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നവംബർ 4-നാണ് ഈ പേരാമ്പ്ര സ്വദേശി രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കാലിന് കഠിനമായ വേദനയുമായിരുന്നു. എന്നാൽ മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ഡോക്ടർ നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതുമൂലം അവരുടെ ആരോഗ്യനില വഷളാകുന്നു. പിന്നീട് ചികിത്സ തുടർന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ ഉയരുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് ഈ കേസിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ടോമോ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരാമ്പ്രയിൽ നിന്നുള്ള പോലീസ് സംഘമടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു ലഭിക്കും. ഇതിനുശേഷം ഒരുപക്ഷെ വലിയ പ്രതിഷേധം അലയടിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ആശുപത്രിയിലുള്ളത്. കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇവിടേക്ക് എത്തും. BJP പ്രവർത്തകർ രാവിലെ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഈ ഭൗതിക ശരീരം കിട്ടിയാൽ പ്രതിഷേധമുണ്ടാവുമെന്ന സൂചനകൾ തന്നെയാണുള്ളത്. വലിയ പോലീസ് സന്നാഹം മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശങ്ങളിലും വിന്യസിച്ചിട്ടുമുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ പിഴവ് എന്നത് ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന പരാതി ഉയരാം. നമുക്കറിയാം, ഈ ഹർഷീനയെ പോലുള്ള ആളുകൾ, ഹർഷീന ദിവസങ്ങളോളമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ തൻ്റെ ശസ്ത്രക്രിയ നടന്നപ്പോൾ ഒരു കത്രിക ഉള്ളിൽ മറന്നു വെച്ചു എന്ന് ആരോപിച്ച് സമരം നടത്തിയത്. പിന്നീട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും ഒരു പരിഹാരവും ഈ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുന്ന പിഴവുകളിൽ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. കഴിഞ്ഞ ദിവസവും അശ്വിൻ എന്ന യുവാവിൻ്റെ മജ്ജയ്ക്ക് പരിക്കേറ്റവുമായി ബന്ധപ്പെട്ട്, കാലിന് പരിക്കേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ എത്തിച്ചപ്പോൾ ചികിത്സ നിഷേധിക്കപ്പെട്ടു. പിന്നീട് ഗുരുതരമായ രീതിയിലേക്ക് എത്തുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിരന്തരം ഈ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന ഒരിടമായി മെഡിക്കൽ കോളേജ് മാറുന്നു എന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് 39 വയസ്സുള്ള വീട്ടമ്മ. 3 മക്കളുള്ള 14 വയസ്സുള്ള 3 മക്കളുള്ള ഒരു വീട്ടമ്മയ്ക്കാണ് ജീവനഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 4-ന് ആദ്യം ആശുപത്രിയിൽ എത്തിയെങ്കിലും ശരീരവേദനയും മരവിപ്പ് അടക്കമുള്ള ചില രോഗലക്ഷണങ്ങളോടുകൂടിയാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. പക്ഷേ താൽക്കാലികമായ ചില മരുന്നുകൾ നൽകി 2 ആഴ്ച കഴിഞ്ഞ് ന്യൂറോ വിഭാഗത്തിൽ OPയിൽ കാണിക്കണമെന്ന് പറഞ്ഞ് അവരെ അയക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷം പിന്നീട് വേദന കലശലാവുകയും നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി.
ഉണ്ടായി. അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും കൃത്യമായൊരു ചികിത്സ ഒരിടത്തു നിന്നും ലഭ്യമായില്ല. ഓർത്തോ വിഭാഗത്തിലെത്തുമ്പോൾ മറ്റു ജനറൽ മെഡിസിനിലേക്ക് വിടുന്നു, ജനറൽ മെഡിസിനിൽ വിടുമ്പോൾ മറ്റു ഭാഗത്തേക്ക് വിടുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ആരോഗ്യനില കൂടുതൽ മോശമാവുന്ന അവസ്ഥയിലേക്ക് വരികയും പിന്നീട് വെന്റിലേറ്റർ സൗകര്യമടക്കമുള്ള അല്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ശ്വസനം നടക്കുന്ന രീതിയിലേക്കുമൊക്കെ മാറിയത്. അതിനുശേഷം ഇന്ന് ആ യുവതി ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയുള്ളത്. കൃത്യമായൊരു തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയുടെ ചികിത്സാ പിഴവാണ് എന്ന കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? മാത്രമല്ല ഇപ്പോഴും ബന്ധുക്കൾ, ഈ സ്ത്രീയുടെ ബന്ധുക്കൾ, മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ഇപ്പോഴും അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നില്ലെങ്കിൽ പോലും മോർച്ചറിക്ക് സമീപം ബന്ധുക്കളൊക്കെ ഉണ്ട്. ആശുപത്രി സൂപ്രണ്ട് നമ്മൾ ഇക്കാര്യം എന്താണ് വിശദീകരണമെന്ന് ചോദിക്കാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ 2 വാക്ക് മാത്രമാണ് പറഞ്ഞത്. ഈ അസുഖത്തിന് ചികിത്സയിലായിരുന്ന രോഗിയാണിവർ. പക്ഷേ പെട്ടെന്ന് ന്യൂമോണിയ ബാധിതയായി, അതേ തുടർന്നുള്ള കാരണങ്ങളാണ് മരണത്തിലേക്ക് വന്നത്. പക്ഷേ ഈ ചികിത്സാ നിഷേധമടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി രോഗനിർണയം നടന്നില്ലോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബന്ധുക്കളുടെ പരാതിയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുന്നുവെന്ന് മറുപടി മാത്രം, 2 വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതാണ് ആശുപത്രിക്കാർ ചോദിക്കുമ്പോൾ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയും. ഇതുവരെ തയ്യാറായില്ല. കാരണം സൂപ്രണ്ടിൻ്റെ അടുത്ത് ഒരു 3-4 തവണ അവൻ പോയിരുന്നു. വ്യക്തമായൊരു റിസൾട്ട് സൂപ്രണ്ട് തന്നില്ല. ഇന്നത് രേഖാമൂലം അതിൻ്റെ ഒരു പേപ്പർ ഇവർക്ക് കൊടുക്കാമെന്നാണ് ഇന്നലെ സൂപ്രണ്ടിനെ കണ്ടപ്പം പറഞ്ഞത്. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവം. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ 3 കുട്ടികളാണ്, ചെറിയ മക്കളാണ്, 9ാം ക്ലാസ് പഠിക്കാനും 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഇവരെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെങ്കിൽ സർക്കാർ അതിന് ഉചിതമായ നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്കെതിരെ നടപടി എടുക്കുകയും വേണം. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഏറ്റെടുക്കണം. കാരണം ഇന്ന് ഇവന് സംഭവിച്ച് നാളെ മറ്റുള്ള ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഇവന് സംഭവിച്ച് ഇത് നാളെ വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെതിരെയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പേരാമ്പ്ര സ്റ്റേഷനിൽ FIR തയ്യാറാക്കി അവരെ പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലുള്ളത്. ഇപ്പം എടുക്കും, ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് പുറത്തോട്ട് എടുക്കും ബോഡി. ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. 4-ാം തീയതിയാണ് ആദ്യം വരുന്നത് അല്ലേ? പക്ഷെ അന്ന് കാര്യമായൊരു പരിഗണന ഒന്നുമില്ല. 4-ാം തീയതി കാര്യം കാഷ്വാലിറ്റിയിലാണ് അവർ കാണിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ നിന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ഇന്ന് ഇത് നേരെ ഇത് സൈക്കാട്രിസ്റ്റിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ സൈക്കാട്രി ഓഫീസ് കാണിക്കണം എന്നാണ്. സൈക്കാട്രിസ്റ്റ് ചികിത്സയുമായാണ് മുന്നോട്ട് പോയത്. വേറെ പിന്നീടാണ് അവിടെ വന്നൊരു ഡോക്ടർ വീണ്ടും രോഗം ഇതായപ്പോഴാണ് കാഷ്വാലിറ്റി പോയപ്പോഴാണ് എന്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമല്ല, ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതുകൊണ്ട് ന്യൂറോളജി OPയിൽ പിറ്റേന്ന് കാണുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് 8-ാം തീയതി ശേഷം എന്ത് ചെയ്യുന്നത്, ന്യൂറോ OP കാണുന്നത്. അന്നേരം തന്നെ ശേഷം അവസാനമാക്കി. അപ്പോൾ തന്നെ അഡ്മിറ്റ് ആക്കി നേരെ ന്യൂറോ ICUയിലേക്കാണ് മാറ്റിയത് പേഷ്യൻ്റ്. പിന്നെ ICUയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ന്യൂമോണിയ ബാധ വന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ മതിയായ സ്റ്റാഫുകളില്ല. കാരണം നമ്മൾ ന്യൂമോണിയ ബാധ വരാതിരിക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ICUയിൽ വേണ്ട വിധത്തിലുള്ള സ്റ്റാഫുകളില്ല. ഇപ്പം കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സാണ് രോഗികൾ എന്ത് ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു, അതിനു വേണ്ട സംഗതികളെല്ലാം ഒരു രോഗിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് ഗ്ലൗസോ മാസ്കോ ഒന്നും ഉപയോഗിക്കാണ്ടല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കില്ലല്ലോ. ഇൻഫെക്ഷൻ എന്തായാലും സംഭവിക്കും. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനുള്ള ചികിത്സയൊന്നും കാര്യമായി ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് വിട്ടുപോയ സമയത്തല്ലേ ഈ രോഗം അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്ക് ബോഡിയിലേക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിനില്ലല്ലോ. പ്രതികരണം ഇല്ലാണ്ടായില്ലേ. എല്ലാ പ്രവർത്തനവും നിലച്ചു ചെയ്തു. അപ്പോൾ അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചു. കാരണം പിന്നെ വലിയ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. കാരണം അതിനുള്ള ശരീരം കപ്പാസിറ്റികളൊന്നും എല്ലാം ശരീരം ക്ഷീണിച്ചു പോയില്ലേ. ടോം, ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ അവരുടെ രജനിയുടെ ഭർത്താവ് അടക്കമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അവർക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം അവർ ഈ രോഗിയോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന ഒരു അസുഖമാണ് അവർക്ക്. അതായത് ഈ ഞരമ്പുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷേ ഈ രോഗമാണ് എങ്കിൽ പോലും അത് കൃത്യമായി ഈ രോഗമാണ് ഉണ്ടായിരുന്നത് രജനിക്ക് എന്ന് തിരിച്ചറിയാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഒപ്പം ആ രോഗത്തിന് കൃത്യമായി ഒരു മരുന്ന് നൽകാൻ കഴിഞ്ഞുമില്ല. ഇത്തരത്തിൽ നമുക്കറിയാം രോഗനിർണയം കൃത്യമായി നടക്കാതെ വരികയും അതിനുള്ള മരുന്നുകൾ നൽകാതെ വരികയും ചെയ്യുമ്പോൾ ശാരീരികമായ അവസ്ഥ അങ്ങേയറ്റം മോശമാവുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അത്തരത്തിൽ ഈ ശാരീരികാവസ്ഥ അങ്ങേയറ്റം മോശമായ ശേഷമാണ് ഇതിനുള്ള മരുന്ന് നൽകാൻ ആരംഭിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ മരുന്നുകളോട് ശരീരം പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. വൃക്കകളുടെയും മറ്റുമൊക്കെ പ്രവർത്തനം നിലച്ചു. ഓരോ ശരീരഭാഗങ്ങളുടെയും പ്രവർത്തനം പിന്നീട് നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ശ്വസനം
മോഷണം നടന്നത്, ഒടുവിൽ മരണം സംഭവിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഒരുപാട് പേർക്ക് ആശ്രയമാവുന്ന ഒരു ഇടമാണ് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം കോഴിക്കോടാണ് മെഡിക്കൽ കോളേജെങ്കിലും ഈ ആശുപത്രിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വയനാട് അടക്കമുള്ള പിന്നോക്ക ജില്ലകളിൽ വയനാടൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് തന്നെയാണ് അനീഷ്, ഇതുപോലുള്ള വീഴ്ചകൾ അടിക്കടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നു. പക്ഷേ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും മാധ്യമങ്ങളത് വാർത്തയാക്കും, വലിയ പ്രതിഷേധങ്ങൾ ഉയരും. പക്ഷേ ഈ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പലപ്പോഴും ആരോഗ്യവകുപ്പ് സ്വീകരിക്കാറുള്ളത്. ഒരൊറ്റ കേസിൽ പോലും നടപടി സ്വീകരിച്ചതായിട്ട് അറിവില്ല. മാത്രമല്ല നമുക്കറിയാം ഈ ICU പീഡന കേസിലെ പ്രതിയെ പോലും സംരക്ഷിക്കുന്ന സമീപനം, അവിടെ ഇരയാകപ്പെട്ട സ്ത്രീയെ വീണ്ടും വേട്ടയാടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെയും ഈ കേസിലും ഈ സ്ത്രീയുടെ ഈ രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലും അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വെറുമൊരു പ്രഹസനം, നിലവിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും പ്രഹസനമായി മാത്രം മാറുന്ന സാഹചര്യമായിരിക്കില്ലേ ഉണ്ടാകാൻ പോവുക? ടോം, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നോക്കിയാൽ പോലും പലതവണയാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹർഷീനയുടെ കാര്യം പരിഗണിച്ചാൽ കത്രിക ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുരുങ്ങുകയും അവരതുമായി മാസങ്ങളോളം മല്ലിടേണ്ട അവസ്ഥ വരുന്നു. പിന്നീട് അന്വേഷണ റിപ്പോർട്ട്, പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ കത്രിക മെഡിക്കൽ കോളേജിലെ കത്രികയാണെന്ന് കണ്ടെത്തുന്നു. പിന്നീട് ഈ ഡോക്ടർമാർക്കെതിരെ നടപടികൾ ആരംഭിക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അർഹമായ ഒരു പരിഗണന അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരായ ശക്തമായ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല. മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് വരുമ്പോഴും അത് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവാത്ത അവസ്ഥയിലേക്ക്. പിന്നീടാണ് ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ, അതായത് കാലിന് ശസ്ത്രക്രിയക്ക് നടത്താനായി കൈക്ക് ശസ്ത്രക്രിയ നടത്താനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ ചെയ്ത് പുറത്തേക്ക് വിടുന്നത് നമ്മൾ കണ്ടു. ഒപ്പം ഒരുപാടാണ് ഇത്തരത്തിലെ വീഴ്ചകൾ ഈ ആശുപത്രിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അവർ മറുപടി പറയുന്നത് ഈ ആളുകളുടെ എണ്ണം വല്ലാതെ വരുന്നു, ഈ ആശുപത്രി ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വരുന്നു, അതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ജീവനക്കാർ വലിയ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് എത്തുന്ന രോഗികളെ കൃത്യമായി കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർക്കാണെങ്കിൽ പോലും ഒരു ദിവസം നടത്തേണ്ട ശസ്ത്രക്രിയകളുടെ എണ്ണം അല്ലെങ്കിൽ അവർക്ക് നോക്കേണ്ട രോഗികളുടെ എണ്ണമൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മറുപടിയായി പറയുന്നത്. പക്ഷേ എന്താണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം? അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോൾ ഇതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് ആനുപാതികമായി സൗകര്യങ്ങൾ മാറ്റേണ്ടത് തികച്ചും സർക്കാരിൻ്റെ കടമയാണ്. സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പ്രശ്നമെന്ന് കൃത്യമായി കണ്ടെത്താൻ അധികൃതർ തയ്യാറാവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പിഴവ് വരുമ്പോൾ അതിനൊരു അന്വേഷണ നടപടി പ്രഖ്യാപിക്കുന്നു. പിന്നീട് അതിനെ ചൊല്ലിയുള്ള ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരന്തരമായി ഇങ്ങനെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലേ? ഒരു ശാശ്വതമായ പരിഹാരമല്ലേ? ശാശ്വതമായ പരിഹാരമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് തന്നെ ലഹരി മരുന്നിന് അടിമകളാണെന്നുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഇത്രയും ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ നമ്മൾ ഈ കുട്ടി എത്തുമ്പോൾ തന്നെ കുട്ടി ജീവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് ഇവരെത്തിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെന്റിലേറ്ററിലേക്ക് പോകുന്നത്. വെന്റിലേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ കുട്ടി മരിച്ചു, സംഭവം മരണം തന്നെ സംഭവിച്ചു. പിന്നെ നമ്മളെന്തിനാ ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്? ഇതാണ് ടോമ. കാരണം എന്തിനാണ് ഈ ആശുപത്രി എന്ന വളരെ മൗലികമായ ചോദ്യമാണ്. കാരണം പണം നൽകി ചികിത്സ തേടുന്ന സ്വകാര്യ ആശുപത്രികളെ പോലൊന്നുമല്ല. ഒരുപാട് പാവങ്ങൾക്ക് നിത്യവരുമാനം പോലുമില്ലാത്ത ആളുകൾക്ക് ആശ്രയമായി മാറേണ്ട ഒരു സ്ഥാപനമാണ്, ഒരു ആതുരാലയമാണ്. അത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതേക്കുറിച്ചുള്ള ഗൗരവമുള്ള ചിന്തകൾ ഇനിയെങ്കിലും സർക്കാർ തലത്തിൽ ഈ 39കാരിയുടെ 3 മക്കളാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 മക്കളാണുള്ളത്. അവരുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി സർക്കാർ ഉത്തരം നൽകുക തന്നെ വേണം കേട്ടോ. യെസ്, വ്യക്തമാണ്. 3 കുട്ടികളാണ് ഇവിടെ ഒരാശുപത്രി അധികൃതരുടെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം അനാഥരാകുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരം സംഭവങ്ങൾ അടിക്കടിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നുണ്ട്. അതായത് പാവങ്ങളും സാധാരണക്കാരുമായ രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഒരു മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണിത്. ഇവിടെ വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ സ്ത്രീയുടെ, ഈ രോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തന്നെ തയ്യാറാകണം. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ബലാത്സംഗ കേസിൽ
നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. പരാതി നൽകിയത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദിഖ്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു സ്വഭാവം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇതുപോലെ നിരവധി കേസുകൾ പുറത്തു വന്നിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസുകളൊക്കെയാണ് പലപ്പോഴും പരാതിയുമായി പിന്നീട് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തിയത്. ഇവിടെ ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന 8 വർഷം മുൻപ് നടന്ന സംഭവമാണ് പരാതി നൽകാൻ വൈകി. ഈ ഒരൊറ്റ കാരണത്താലാണോ സുപ്രീം കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്? അതെ ടോം, സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ മുതൽ, അതായത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് 8 വർഷം മുൻപ് നടന്ന ഒരു പരാതിയിന്മേൽ ഇപ്പോൾ നടപടിയെന്ന് തന്നെയായിരുന്നു. വിശദീകരണം നൽകാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യം, അതായത് ഇതുവരെ നൽകിയിരുന്നത് ഇടക്കാല ജാമ്യം എന്ന ഇടക്കാല സംരക്ഷണം എന്ന വാക്കാണെന്ന് സുപ്രീം കോടതി ഉപയോഗിച്ചത്. 8 വർഷം ഇത്തരം, അതായത് 2016 നടന്ന സംഭവത്തിൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ 2024 വരെ കാത്തിരുന്നത് എന്താണ് എന്ന് സുപ്രീം കോടതി അന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത്, അതായത് ഈ അതിജീവിതയുടെ അഭിഭാഷക ബൃന്ദ ഗ്രോവർ അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഈ പെൺകുട്ടി ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ വലിയ ഭീഷണികൾ നേരിടുന്ന വലിയ ഒരു സംഘത്തിനെതിരെ ഇത്തരം പരാതി നൽകാൻ അന്ന് ധൈര്യം കാണിച്ചിരുന്നില്ല എന്നൊരു കാര്യം, അന്നൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് നീങ്ങാതിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ, അതേസമയം മീടു വിവാദം വന്ന സമയത്ത് പെൺകുട്ടി തനിക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് മുകുൾ റോത്തഗി, സിദ്ദിഖിന്റെ അഭിഭാഷകൻ, കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് സുപ്രീം കോടതി പലതവണ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സാധ്യത, ഒരു ആശങ്ക കൂടിയുള്ളത് 26 FIRകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയതിൽ SITക്ക് അന്വേഷണ ചുമതലയുള്ളത്. അതിനുശേഷം, അതായത് ഈ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ച ശേഷം ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 26 FIR ആണ്. അതിൽ 5 FIRൽ മാത്രമേ ഈ പരാതിക്കാർ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള നിലപാടുള്ളൂ. 3 FIRലാണ് കൺഫ്യൂഷൻ ഉള്ളത്. അതായത് തങ്ങളുടെ മൊഴി, തങ്ങൾ പറഞ്ഞതുപോലെയല്ല മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് 3 FIRലും പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള FIRകൾ ഈ 8 എണ്ണം ഒഴിവാക്കി, 18 കേസ് ആക്ഷേപമുണ്ടോ ആജ്ഞ? നമുക്കറിയാം ഈ സിദ്ദിഖിന്റെ കേസ് മുതൽ മറ്റേ ഓരോ കേസുകൾ പരിശോധിച്ചാലും, മുകേഷിന്റെ കേസ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു ഉൾപ്പെടെ കേസ് എടുത്ത് നോക്കിയാൽ അവിടെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു പരാതിയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചതിലടക്കം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും മെറിൻ ജോസഫ് IPS ആയിരുന്നു ഈ SITയുടെ ഭാഗത്തു നിന്നും സിദ്ദിഖിന്റെ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത്. അതേസമയം അന്വേഷണ സംഘം ഇതിനു മുൻപാകെ, അതായത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളും ആ സമയത്ത് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയുള്ള കേസുകൾ പരിഗണിച്ചു തുടങ്ങിയിരുന്നില്ല. ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മറ്റൊരു കാര്യം കൂടി കേട്ടോ, ഇതിന് ഇടയിൽ ചേർക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി ഹേമ കമ്മിറ്റി മൊഴിയെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മുൻപാകെ, ഈ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി, ഇത്തരത്തിലുള്ള മൊഴി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി തന്നെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം. പക്ഷെ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഈ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കലല്ല, അതല്ലെങ്കിൽ അതിന് ഉള്ള വാദപ്രതിവാദങ്ങൾ നടക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ സിദ്ദിഖ് വിസ്താരത്തിന്
വിസ്തരിക്കുക തന്നെ വേണമെന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷേ വിചാരണ കോടതി നിർണ്ണയിക്കുന്ന ഏത് സാഹചര്യത്തിലും, സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഏത് സാഹചര്യത്തിൽ ഈ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യങ്ങൾ സിദ്ദിഖിന് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ രജിസ്റ്റർ ചെയ്തുള്ള കേസുകളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നോ അതല്ലെങ്കിൽ അത് അസാധുവായി പോകുമെന്നോ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് വെറുതെയാണെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറഞ്ഞത്. നമ്മുടെ തന്നെ ലൈവിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇത് വെറുതെ വിടുന്ന ഒരു നീക്കമല്ല, പക്ഷേ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യുന്നോ ആ ഒരു സാഹചര്യത്തിലെല്ലാം ഈ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ലഹരി കേസിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രമാദമായ പോൾ മുത്തൂറ്റ് വധക്കേസിന് പിന്നാലെയാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കുറിച്ച് കേരളം ആദ്യമായി കേട്ടത്. പിന്നീട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശിൻ്റെ പേര് വീണ്ടും ഉയർന്നു കേട്ടത്. ആരാണ് ഓം പ്രകാശ്? ഇപ്പോഴും കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ടോ? കൊച്ചിയിലെ ആ ഹോട്ടലിൽ നിന്ന് അന്നേ ദിവസം പിടികൂടിയത് രാസലഹരിയാണോ? വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണത്. ഓം പ്രകാശ് ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. അന്ന് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിങ്ങൾ താമസിച്ച മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണോ? പിന്നെ പോലീസ് പിടിച്ചെടുത്തതെന്ന് പറയുന്നത്? അല്ല, പോലീസ് അവിടെ ലാസലഹരി പിടിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. മെയിലത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റൂമിൽ നിന്ന് ഏതൊരു കവർ കണ്ടെത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നൊരു ഇത്. പിന്നെ അവിടെ മദ്യം ഉണ്ടായിരുന്നു, അത് കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അല്ല, അതിനകത്ത് ലാസലഹരിയാണെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ല, ഈ നിങ്ങൾ സുഹൃത്തെന്ന് പറഞ്ഞ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യവസായി ആയിട്ടുള്ള ഷിഹാസിൻ്റെ മുറിയിൽ നിന്നാണ് ഷിഹാസിക്കയുടെ റൂമിൻ്റെ ബാത്റൂമിനകത്തുനിന്ന് ഒരു ഡസ്റ്റ്ബിനകത്തുനിന്ന് ഒരു കവർ കണ്ടെടുത്തതായിട്ട് പോലീസ് പറയുന്നത്. ആ കവറിനകത്ത് എനിക്കറിയില്ല തുടക്കത്തിൽ അവരെങ്ങനെ കൊക്കൈനാണെന്ന് കണ്ടെത്തിയെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ അവർ പറയുന്നു അതിനകത്ത് കൊക്കൈൻ കണ്ടെത്തി, കൊക്കൈൻ്റെ അംശം ഉണ്ടെന്ന് പറയുന്നു. പരിശോധന റിപ്പോർട്ടിലാണ് അത് വന്നേക്കുന്നത്. അതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ, അതിന് മുമ്പ് അവരതല്ലേ പറഞ്ഞത്. അല്ലെ, പോലീസ് ഇപ്പം നിരവധി കേസുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. കൊക്കൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതങ്ങനെ കൊക്കൈൻ ഉണ്ടെന്ന് അതിനകത്ത് കവറല്ലേ കിട്ടിയത്, അതിനകത്ത് കൊക്കൈൻ ഉണ്ടെന്ന് അല്ല, അത് അവർ തന്നെ പറയുന്നതാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ ആ സാധനം കണ്ടിട്ടില്ല, ആ കവറും കണ്ടിട്ടില്ല. ഇവർ തന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു കവർ കണ്ടെത്തി, ഒരു സ്ട്രിപ്പ് കവർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നുമില്ലാതെ പോലീസ് വെറുതെ വന്ന് അതിൽ രാസപരിശോധന ഫല റിപ്പോർട്ട് വരുന്നു. അല്ല, അവർക്ക് എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നായിരിക്കാം, അല്ലാതെ ഒരു മനഃപൂർവ്വം വന്നായിട്ട് പറയുന്നില്ല. അതിനും കുറെ പ്രൊസീജിയർ ഉണ്ട്. ആരെ കൊടുക്കാൻ വന്നായിരുന്നു? ഓം പ്രകാശിന് കൊടുക്കാൻ വേണ്ടി പോലീസ്? സ്വാഭാവികമായിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി. എന്താ താങ്കളോട് എന്തിനാ പോലീസ് അത്ര വിരോധം? അല്ലെങ്കിൽ താങ്കൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി മീഡിയ പബ്ലിസിറ്റി ഉണ്ടാവുമല്ലോ, മീഡിയ അറ്റൻഷൻ. പരിശോധന നടത്താം പോലീസിനെ, അത് മീഡിയനെ അറിയിച്ചിട്ടില്ല. അല്ല, അവർ പരിശോധന നടത്തണമെങ്കിൽ എൻ്റെ റൂമിലാണല്ലോ പരിശോധന ആദ്യം നടത്തിയത്. എൻ്റെ റൂമിൽ വന്നിട്ട് അവർ പരിശോധന നടത്തിയിട്ട് ഒരു മദ്യക്കുപ്പി പോലും കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് മെയിലത്തെ റൂമിലൊരു എന്തെങ്കിലും സാധനം വോട്ടെവർ ഇറ്റ് ഈസ് അത് കിട്ടുമ്പോൾ അതിനകത്ത് എന്നെ പ്രതികരിക്കേണ്ട? രണ്ട് ഫ്ലോറാണ്. ഓം പ്രകാശ് താമസിച്ചത് താഴത്തെ ഫ്ലോർ, ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഹാസ് താമസിച്ചത് മേളത്തെ ഫ്ലോർ. അവിടെ നിന്നാണ് ഈ കവർ പോലീസ് കണ്ടെടുക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇപ്പൊ ഷിഹാസും നിങ്ങൾ രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. അവിടെ മറ്റ് ഈ ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി ഇടപാടുകാരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, എൻ്റെ അറിവിലില്ല അങ്ങനെ ആരും. എൻ്റെ അറിവിൽ അങ്ങനത്തെ ആൾക്കാരില്ല. എനിക്ക് വന്നവരിൽ കൂടുതൽ അവരെ അറിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞു. അല്ല, ആ സമയത്ത് ആരൊക്കെയാ റൂമിലുണ്ടായിരുന്നത്? അവർ ഒരുപാട് പേര്. പിന്നെ നമ്മുടെ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, കൂട്ടുകാരൻ്റെ വൈഫ് കൊച്ചുണ്ടായിരുന്നു, പിന്നെ അവരുടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ 3 മണിക്കാണ് ഈ മറ്റേ ശ്രീനാഥ് ബാസിയും മറ്റേ പ്രേക മാറ്റം എന്ന് പറഞ്ഞ പെണ്ണും വരുന്നത്. എനിക്ക് പുള്ളിക്കാരി അറിയില്ല. പുള്ളിക്കാരി ആരുടെ അടുത്ത് സംസാരിച്ചില്ല, നേരെ പോയി കിടക്കുകയാണ് ചെയ്തത്. കൊച്ചിൻ്റെ അടുത്ത് പോയി കിടന്നു പറയാം. രാവിലെ 7 മണിക്ക് കണ്ട് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പിന്നീടാണ് പ്രേക മാറ്റം എന്നൊക്കെ അറിയുന്നത്. ബാസി അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടെന്ന് അവർ പോയി പെട്ടെന്ന്. അല്ല, അങ്ങനെ ലഹരി പാർട്ടി എന്തെങ്കിലും ആ മുറിയിൽ ഉണ്ടായിരുന്നു? അല്ല, നിങ്ങളുടെ താമസ സ്ഥലത്തുണ്ടായിരുന്നു? ഇല്ല, അങ്ങനത്തെ ഒരു പാർട്ടിയില്ല. സർക്കാരുണ്ടായിരുന്നു. മദ്യം ഇവിടെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. മദ്യം ഏതാ പ്രശ്നം? ഈ മദ്യം ഇത്ര ഇവർ അടിക്കായിരുന്നുകൊണ്ടാണ് ഇവർക്ക് ഇത് കിട്ടിയത്. മദ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല.
അല്ല അന്ന് എന്തായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങളെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കുമ്പോൾ മദ്യത്തിൻ്റെ സ്മെല്ല് വരില്ലേ? പോലീസ് നമ്മളെ കൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് എടുക്കാത്തത് മദ്യം ഉപയോഗിച്ചുകൊണ്ടാന്ന് നടക്കും. മറ്റേ ഈ ഊതം പറയുന്നൊരു സാധനമുണ്ടല്ലോ നമ്മളിങ്ങനെ, അത് എടുത്തിട്ടില്ലല്ലോ. കാരണം ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല, ഷിഹാസൊക്കെ മദ്യം ഉപയോഗിക്കാറുമില്ല. അല്ല, ഒരു ലഹരിയും ഓം പ്രകാശ് ഉപയോഗിക്കാറില്ല? ഇല്ല ഞാൻ മദ്യപിക്കാറില്ല? അല്ല, സോഷ്യലി ഞാൻ മദ്യപിക്കാറാണ്. പക്ഷേ എനിക്ക് അന്ന് മദ്യപിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിക്കും. മറ്റു ലഹരി ഉപയോഗിക്കാറില്ല? ഒരു ലഹരി ഇതുവരെ ഒരു ലഹരി ഉപയോഗിക്കില്ല. അല്ല, പിന്നെ എന്തിനാണ് ഈ ഓം പ്രകാശ് ഉൾപ്പെടെയുള്ളവർ അന്ന് അവിടെ ലഹരി ഉപയോഗിച്ചെന്ന് പറയുന്നത്? പിന്നെ മാത്രമല്ല, ഒരു ചോക്ലേറ്റ് ബിനു, അല്ല ബിനു താങ്കളുടെ സുഹൃത്താണോ? ബിനുവിനെ എനിക്കറിയാം. അല്ല, ബിനുവിന്റെ ഇടപാടുകളെ കുറിച്ച് അറിയാമോ? ഇല്ല. അത്തരം ലഹരി ഇടപാടുകളുള്ള വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇല്ല, എൻ്റെ അറിവ് എനിക്കറിയില്ല. അങ്ങനെ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അയാളോട് സംസാരിക്കില്ല. അങ്ങനെ ലഹരി സംഘമായിട്ട് ഒരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. അല്ല, പിന്നെ ഇത് കൊച്ചി പോലീസ് അല്ലല്ലോ, കേരളത്തിലെ മൊത്തം പോലീസ് ഒരു കീഴിലാണ്. എന്നെ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നെ 10-15 വർഷമായിട്ട് മോണിറ്റർ ചെയ്യുന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ലഹരി ഇടപാടോ ആ ലഹരിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമോ? ഇപ്പോൾ സാധാരണ ആൾക്കാർ ജയിലിൽ പോകുമ്പോഴെങ്കിലും അത്യാവശ്യം കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അതുപോലും ഉപയോഗിക്കാറുണ്ട്. അല്ല, കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഹാസിനോ? അയാൾ ഒരു 3-4 കമ്പനിയുടെ ഓണറാണിപ്പോൾ. അയാൾക്ക് എന്തിനാണ് ഈ പറഞ്ഞ ക്രൗൺ പ്ലാസിൽ റൂം എടുത്തിട്ട് ലഹരി മാഫിയ എടുത്തിട്ട് കാര്യത്തെ 1,50,000 രൂപയ്ക്ക് റൂം എടുത്തിട്ട് വട്ടാണോ ഒരു മനുഷ്യന്? അയാൾക്കൊരു പെറ്റി കേസ് പോലും ഇല്ല. അല്ല, അന്ന് അവിടെ സൽക്കാരം സംഘടിപ്പിച്ചതാരാണ്? സൽക്കാരമല്ലെന്ന്. ഇപ്പം നിങ്ങളിപ്പം പിന്നെ ട്രിവാൻഡ്രത്ത് വരുന്നു, സോ ആയിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാർ കൂട്ടുകാരെ വിളിക്കും, ആളാളെ ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, ഷിഹാസിന്റെ ഇൻഡസ്ട്രിയിലുള്ളവരാണോ ഈ പറയുന്ന? അല്ല, പ്രകാശ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അതിനൊരു സംശയം. അല്ല, അതിൻ്റെ സിനിമാക്കാരൊക്കെ എന്തിനു വരുന്നു? സിനിമാക്കാർ നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലോ. അല്ല, നിങ്ങൾ അല്ല, ഈ ഷിഹാസ് വിളിച്ചിട്ട് വരുന്നതല്ലേ? അല്ലല്ല, ഷിഹാസൊക്കെ വിളിച്ചിട്ട് വെറുതെ വരാമോ? അതായത് നമ്മളിപ്പം താങ്കൾ വിളിക്കുന്നു, താങ്കളുടെ ഫ്രണ്ട് പിന്നെ താങ്കൾ വിളിക്കുന്നു, അപ്പം നമുക്ക് നിൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർ സിനിമാക്കാരൊക്കെ എന്നുള്ളത് നമ്മുടെ റൂമിനകത്ത് വല്ല. ആര് പറഞ്ഞു? ബിനു ആണോ കൊണ്ടുവരുന്നത്? ബിനു അല്ലെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഒരു പേര് എനിക്ക് പറയുന്നത് ആ ചെക്കനാണെന്ന് തോന്നുന്നു. ഇവർ റാൻഡം ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു. ശ്രീനാഥ് ഭാസിയും അങ്ങനെ ഈ ഓം പ്രകാശും അവരും തമ്മിൽ ഒരു ബന്ധമില്ല. ഫോൺ കോൾ ഡീറ്റെയിൽ ഇപ്പോൾ പരിശോധിക്കാമല്ലോ. എൻ്റെ ഫോൺ കോളില്ലേ, ഇവരെന്തിനാണ് FSL പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് 1 മാസം മുമ്പ് അതിൻ്റെ കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഇവരോട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. അല്ല, അങ്ങനെയെങ്കിൽ എന്തിനാണ് പോലീസിന് ഓം പ്രകാശിന് ഈ കേസിൽ കൂടി? ഇല്ല, ഞാൻ അതിനകത്തൊരു റീസൺ പറഞ്ഞുതരാം. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു വീട്ടിൻ്റെ സൈഡിൽ കുറേ ആൾക്കാർ വെള്ളം അടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരില്ല. അവരവസാനം പേര് ഓം പ്രകാശ് സംഘം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോലീസ് വന്നു, വലയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. അല്ല, അങ്ങനെ ഓം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആരായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലീസിനെ? അല്ല, ഇവരങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ എൻ്റെ പേര് പറയാൻ പറഞ്ഞു. അല്ല, അവിടെ ഈ പറയുന്ന ഹോട്ടലിൽ അവിടെ നമ്മുടെ കൂട്ടത്തുള്ള ഒരുത്തം തന്നെയാണ് അത് ചെയ്തത്. അയാളുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമ്മൾ കുറച്ചൊന്ന് കുടുക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം 15 ലക്ഷം രൂപ വാങ്ങിക്കുക എന്നുള്ള ഒരു ഫ്രോഡ് എടുത്തുകൊണ്ട് അവിടെ. നമ്മുടെ പരിചയത്തിലുള്ള പയ്യനാണ്, പക്ഷെ അവൻ കാണിക്കുന്നതൊക്കെ ഭയങ്കര ദ്രോഹപരമായ കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞു താങ്കൾ രാസലഹരി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാ? എന്താണ് ഈ രാസലഹരി? എനിക്ക് മനസ്സിലാവില്ല. പോലീസ് എന്തിന് താങ്കൾ? ഞാൻ ചോദിക്കുന്നത്, ഈ ഞങ്ങളെ അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ FIR ഇടുന്ന സമയത്ത് പോലും അവർ പറയുന്ന കൊക്കൈൻ ഉണ്ടെന്നല്ലേ പറയണത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി, ഓം പ്രകാശിൻ്റെ റൂമിൽ നിന്നാണ് കാണുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഒരു ചുക്കും കണ്ടെടുത്തിട്ടില്ല. എന്തിനാണ് എൻ്റെ പേര് പറയുന്നവർ? എൻ്റെ ഓം പ്രകാശിൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു സാധനവും കണ്ടെടുത്തിട്ടില്ല. ഇത് മേളിലെ റൂമിൽ നിന്ന് ഒരു കവർ കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ രാസലഹരിയാണോ മറ്റതാണോ എനിക്കറിയില്ല. അവിടുന്ന് മദ്യം ഉണ്ടാകുന്ന എനിക്കറിയാം. പോലീസിന് അങ്ങനെ വിരോധമുണ്ടോ? വിരോധത്തിന് കാരണം എന്താണ്? പോലീസല്ലല്ലോ വിരോധം കാണിക്കുന്നത് ഇവിടെ. പോലീസിന് ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റും. ആരാണ് താങ്കളെ ലക്ഷ്യമിടുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്നുമില്ല, പത്രം ഈ എന്തൊരു നിങ്ങളുടെ ഒരു ഇത് വരുന്നത് TRPയോ അതിന് വേണ്ടി പോലീസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അല്ലേ? പോലീസ് തരുന്നത് ഞാൻ വിശ്വസിക്കില്ല. പോലീസ് അങ്ങനെ ഇത് പോലീസ് തരുന്ന കൃത്യമായ റിപ്പോർട്ട് കോടതിയിലുണ്ടാവും. അല്ല, വാർത്താക്കുറിപ്പിലാണ് പോലീസ് തന്നിരിക്കുന്നത്. അത് ആരാ ഏത് വാർത്താക്കുറിപ്പാണ്? അല്ല, പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. കോടതി സമർപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കോടതി സമർപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പോലീസിന് താങ്കൾ ഈ കേസിൽ കൊടുക്കാൻ അതിന്റെ പോലീസിന്റെ താല്പര്യം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓം പ്രകാശ് അടങ്ങുന്ന ഒരു സംഭവം അവിടെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഇൻഫോർമേഷൻ കിട്ടി കാണും. അവർ റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡെന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ലീഗൽ എല്ലാം എടുത്തിട്ടല്ല റെയ്ഡ് ചെയ്തു. കാരണം അങ്ങനെ ഒരു രാസലഹരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ പ്രസൻസ് വേണം ഇത് കണ്ടെടുക്കുമ്പോൾ. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഒരു കേസുണ്ടായി,
കേസെടുത്തു. എൻ്റെ പേരിൽ എന്താ കേസെടുക്കാൻ കാര്യം? ഞാൻ വേറെ റൂമിൽ താമസിക്കുന്ന ഒരാൾ ഷിയാസക്കയുടെ റൂമിൽ ഈ പറഞ്ഞ സംഭവങ്ങളെ കണ്ടെടുത്തത് അയാളെ എടുത്താൽ പോരെ? എങ്കിൽ പിന്നെ ഈ 18 പേര് വന്ന് അവരെ മൊത്തം കേസെടുക്കണ്ടേ? അല്ല, അതുകൊണ്ടാണല്ലോ പോലീസ് അവരെയൊക്കെ പരിശോധിച്ചില്ല. എന്ത് പരിശോധിച്ചവരെ? ചോദ്യം ചെയ്തല്ലോ. ചോദ്യം ചെയ്തു. പക്ഷെ താങ്കൾ ചോദ്യം ചെയ്താലോ തീരുവോ? പശ്ചാത്തലം വെച്ചുകൊണ്ടാണല്ലോ പോലീസ് എൻ്റെ പശ്ചാത്തലം ഇതായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു നെഗറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ കേസെടുത്ത് ഇങ്ങനെ ഒരാൾ അവിടെ പിടിക്കുന്നു, അതൊരു വലിയ വാർത്തയാക്കുന്നു. അത് ചെയ്തപ്പോൾ പോലീസ് ഓഫീസർമാർക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുക ഹൈപ്പ് കിട്ടുന്നു. ഒരു ബലിയാടാവുന്ന ഞാനാണ്. അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കൊക്കെയിൻ ആയിരുന്നു അവിടെ നിന്ന് കണ്ടെത്തിയതെന്ന് പോലീസിന് അങ്ങനെ വ്യാജമായി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല, അങ്ങനെ ഞാൻ പറയില്ല. റിപ്പോർട്ട് വ്യാജമായി സമർപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ഇത് എൻ്റെ ഒരു ചോദ്യം, ഈ 1 മാസത്തിന് ശേഷം FSL റിപ്പോർട്ട് വന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്, വാർത്തകളിലൂടെ ഞാൻ അറിയുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവർ തുടക്കത്തിൽ എങ്ങനെയാണ് കൊക്കെയിനാണെന്ന് അവർ സ്ഥിരീകരിച്ചത്? നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയേ. രാസലഹരി ഉണ്ടായിരുന്നു എന്ന് അവരെങ്ങനെ കണ്ടെത്തി? റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ 1 മാസം കഴിഞ്ഞല്ലേ കണ്ടെത്തേണ്ടത്? അത് എൻ്റെ റൂമിൽ നിന്നാണോ? അല്ല, എൻ്റെ റൂമിൽ നിന്ന് ഒരു സാധനവും പിടിച്ചിട്ടുമില്ല. ഒരു മദ്യക്കുപ്പിയില്ല, ഒരു ഗ്ലാസ് പോലും അതിനകത്തില്ല. ഞാൻ വളരെ ഫ്രഷായിട്ട് എൻ്റെ റൂമിൽ കിടക്കുകയായിരുന്നു. മെഗളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖയുണ്ട്. ഈ മദ്യം വാങ്ങിച്ചതിനുള്ള കൺസ്യൂമർ ഫെഡിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ മദ്യമാണത്, അല്ലാതെ വേറെ കള്ളക്കടത്തിലുള്ള മദ്യമല്ല വാങ്ങിച്ചത്. പിന്നെ ഈ പറഞ്ഞ സ്ലിപ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തിന് ഇങ്ങനെ ഒരു വ്യാജ കഥ പോലീസിന് സൃഷ്ടിക്കണം? വ്യാജകഥ പോലീസല്ല സൃഷ്ടിച്ചത്, പോലീസ് പറഞ്ഞ വിവരങ്ങളാണ്. ഇല്ല, ഒരിക്കലുമില്ല. പോലീസിനകത്തുള്ള ചില പിന്നെ ഈ മാധ്യമ പ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവർ പറഞ്ഞ് ഇതെല്ലാം കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടോ താങ്കൾ പറയുന്നത്? ഇല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ആ പരിപാടിക്ക് നിൽക്കില്ല. ഇത് ഈ കോൺസ്റ്റബിൾ ലെവലിലും സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള കുറേ ഈ നുണയന്മാരുണ്ടല്ലോ പോലീസിനകത്ത്. ഇല്ലാത്ത കഥ ഉണ്ടാക്കി ഹയർ പോലീസ് ഓഫീസിനെ അറിയിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ പറയുന്നത് അവർ തന്നെയാണ് ഈ മീഡിയസുമായിട്ട് ബന്ധമുള്ളത്. അല്ല, ഓം പ്രകാശ് എത്ര കേസിൽ പ്രതിയാണ്? എനിക്ക് 2 കേസേ ഉള്ളൂ, ഇതും കൂടെ കൂട്ടിയിട്ട്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു 30ഓളം കേസ്. അതാണ് ഏറ്റവും വലിയ കള്ളത്തിന്. 30 കേസ് ഇവർ തെളിയിക്കട്ടെ. എൻ്റെ ലൈഫിൽ 30 കേസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ എൻ്റെ 21 ഇയേഴ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തപ്പോൾ എനിക്ക് എൻ്റെ ഉണ്ടായ കേസുകളുടെ ഡീറ്റെയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2007 ശേഷം എനിക്ക് രാഷ്ട്രീയമല്ലാത്തൊരു കേസുണ്ടായി. അതിനകത്ത് ഞാൻ ശിക്ഷ അനുഭവിച്ച് 4-5 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. എനിക്ക് കഴിഞ്ഞ ഈ 2013 ശേഷം 2024 വരെ ഒരു കേസും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സംഭവമായിട്ട് പാറ്റൂർ, അതും ഞാൻ ചെന്നൈ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. അതിനിടെയാണ് ഈ പോൾ മുത്തൂറ്റ്. പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇത് ഞാൻ അതിനകത്ത് ദൃക്സാക്ഷിയാണെന്ന്. ഇതൊക്കെ കോടതിയിലുള്ള കാര്യമില്ല. ഞാൻ ഐ വിറ്റ്നസ് ആയ ഒരാളെങ്ങനെയാണ് ഇതിനകത്ത് പ്രതിയാണെന്ന് ആൾക്കാർ പറയുക? ഞാൻ കോടതിക്ക് സാക്ഷി പറഞ്ഞു. താങ്കളുടെ പേര് അത് വെച്ചുള്ള കഥകളായിരുന്നല്ലോ വന്നത് ആ സമയത്ത്. അതൊക്കെ ഗോസിപ്പുകൾ വെറുതെ. ഇപ്പോൾ നമ്മൾ പോൾ മുത്തൂറ്റുമായിട്ട് എങ്ങനെ സൗഹൃദം? പോൾ മുത്തൂറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ട്രിവാൻഡ്രത്തുള്ള അടുത്ത സുഹൃത്തുക്കൾ പഠിച്ചത് രാമയ്യ കോളേജിലാണ്, ബാംഗ്ലൂർ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബാംഗ്ലൂർ പോകാമെന്ന് പറയുന്നത് ഒരു അംബീഷനാണ് നമ്മുടെ ഒരു ഇത്. കാശുമില്ല. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് അവരെ കൂടെ ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്ന സമയത്ത് അന്ന് അവർ പരിചയപ്പെടുത്തുന്ന ആളാണ് പോൾ. അല്ല, ബിനീഷ് കോടിയുടെ അടുപ്പമുണ്ടോ? അറിയാം, എനിക്ക് എല്ലാം നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. പാർട്ടിക്കാരായിട്ട് എങ്ങനെ അടുപ്പം? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുപ്പമുണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ നാട്ടിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ എനിക്ക് അടുപ്പുള്ളൂ. അല്ലാണ്ട് CPM താങ്കൾ പറഞ്ഞു CPM ഞാൻ CPM പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോഴും. അതെ, ഒരു സംശയമില്ല. പാർട്ടിയുടെ നല്ല അടുപ്പമുണ്ട്. പാർട്ടിയായിട്ട് അടുപ്പമൊന്നുമില്ല. SFIയുടെ DFIയുടെ ഏത് ഘടകത്തിലുണ്ടായിരുന്നു? ഞാൻ SFIയിൽ ഞാൻ പിന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അത് DYFIയുടെ ഏരിയ സമ്മേളനം 4 ഏരിയ സമ്മേളനം പ്രതിയായിരുന്നു. എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പുള്ള ആളായിരുന്നു. ഞാൻ പാർട്ടി തന്നെയാണ്, മരിക്കുന്നവരെ പാർട്ടി തന്നെയായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ആരും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നില്ല. നമ്മൾ ഈ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ നമ്മൾ ഡിഫെൻഡ് ചെയ്യില്ല. ആ ഡിഫെൻഡിൻ്റെ ഭാഗമായിട്ട് കേസുകൾ എല്ലാവർക്കും രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെയാണ് ഓം പ്രകാശ് പ്രവർത്തനത്തിൽ വന്നത്. അല്ല, ക്രിമിനൽ എന്ന് പറയുന്നത്, ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനകത്തൊരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയമായുള്ള സംഘർഷങ്ങൾ ഒരിക്കലും ക്രിമിനലായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ നാളെ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൈ കൊടുക്കാം. നമ്മൾ അങ്ങനെ ഒരു കേസ് നമുക്കുണ്ടായിട്ടില്ല. ഓം പ്രകാശ് കൊട്ടേഷൻ നേതാവാണ്. എനിക്ക് കൊട്ടേഷനും ഒരിക്കലുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ അടുത്ത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ് ഞാനല്ല, എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്, എന്നെ ഒന്ന് വെറുതെ വേണം. ഒരു കൊട്ടേഷനും ഒരു പിടിച്ചുപറിയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ പേരിൽ ഈ പോലീസിന് പോലും പറയാൻ പറ്റില്ല. അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്ന് പറയാനില്ല.
താങ്കൾ ഇപ്പോൾ പോലീസുകാരായിട്ട് ബന്ധമുണ്ടോ? പോലീസ് ഉന്നതരൊക്കെ പോലീസ് എങ്ങനെ നമ്മളെപ്പോലുള്ള പോലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കേസുമായിട്ട് പോകുമ്പോൾ അവിടുത്തെ CEO അല്ലെങ്കിൽ അവിടുത്തെ റൈറ്ററോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്ക് ഇവരെ പരിചയം ഉണ്ടാവും. അവർ നാളെ രാവിലെ നമ്മൾ വിളിക്കണമെന്നില്ല. അല്ല, പണ്ട് കേട്ടിട്ടുണ്ട് ഈ ഗുണ്ടകളെ അതൊക്കെ ചുമ്മാ അത് പോലീസ് അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു പോലീസിനെ പോലീസ് നിർത്താൻ താങ്കൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ? ഇല്ല, പോലീസ് അങ്ങനെ ചെയ്യുന്നില്ല. പോലീസിന് പ്രഷറാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പേര് വരുമ്പോൾ കമ്മീഷണർ ഇടപെടും, അവൻ അറസ്റ്റ് ചെയ്യും, ഇവനെ പിടി. എത്രയോ പേര് ഇവിടെ കേസ് ഉണ്ടാക്കുന്നു. ഓംപ്രകാശ് ഇവിടെ ക്രിമിനൽ കേസ് ഇവിടെ ഉണ്ടാക്കുന്നു. ഇവിടെ ഇത്രയേ ദിവസവും അടികൂടിയില്ല ആൾക്കാർ, വെട്ടും കുത്തും ബഹളവും. ഇവരെ വാർത്തയൊന്നും ആരും കാക്കണേ. ഇപ്പം ഞാൻ എന്തെങ്കിലും മൂത്രം ഒഴിച്ചാൽ ഉടനെ വാർത്ത. അങ്ങനെ താല്പര്യം പോലീസ് അങ്ങോട്ട് വിരോധത്തിന് പുറത്താണോ? ഇല്ലില്ല, പോലീസിന് വിരോധമൊന്നുമല്ല. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മൾ ജീവിക്കുന്ന രീതി, കാരണം ഇവരെല്ലാം ഈ ഗുണ്ടകളെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നൊരു പ്രഡിക്ഷനുണ്ട്. ഞാൻ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ആ ഗുണ്ട പരിവേഷം അത് ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല, നീ ഗുണ്ടാ പരിവേഷത്തിന് അല്ലാതെ ഞാൻ ഭയങ്കര ഫെമിലിയറാണ്. അല്ലാതെ ഞാൻ ഭയങ്കര 3 സിനിമകളിൽ അഭിനയിച്ചു. അതുകൊണ്ടൊന്നുമല്ല. എൻ്റെ നാട്ടിൽ ഞാൻ എല്ലാ ആൾക്കാരുമായിട്ടും നന്നായിട്ട് പെരുമാറുകയും എല്ലാ ആൾക്കാരുടെയും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരാളാണ്. എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്. അല്ല, ആരാണ് ശരിക്കും ഓംപ്രകാശ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പലർക്കും അറിയാൻ താല്പര്യം കാണും. താങ്കൾ ഒരു ക്രിമിനലാണോ, കൊട്ടേഷൻ പ്രവർത്തകനാണോ, അതിന് താങ്കളുടെ ജോലി എന്താണ്, താങ്കൾ ആരാണെന്ന് അറിയണമെന്നൊരു താല്പര്യം ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുകൾ, ചില ആളുകൾക്ക് കാണും. കാരണം ഇങ്ങനെ ഒരു ഗുണ്ടാ പരിവേഷമുള്ള വ്യക്തിയാണല്ലോ. ഞാൻ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ ഓണറാണ്. ആർക്കും അറിയില്ലത്. ദുബൈയിൽ എൻ്റെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ഇവിടെ റിയൽ എസ്റ്റേറ്റ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ടോ മറ്റത് കാണിച്ചിട്ടോ ഉണ്ടാക്കിയതല്ല. പിന്നെ എൻ്റെ കാശുണ്ട്. എൻ്റെ ഇപ്പോൾ 6 അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ലേ, ഒരു ചുക്കുമില്ല. ഞാൻ ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കും, നല്ല ഹോട്ടലിൽ പോവും, നല്ല ഡ്രസ്സിടും, നന്നായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം. ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നാളെ ഞാൻ രാവിലെ എണീച്ചിട്ട് മമ്മൂട്ടി ചീത്ത വിളിക്കും, ഞാൻ ഓട്ടോമാറ്റിക്കലി ഫേമസ് ആവും. ഇപ്പം ഈ സ്ട്രാറ്റജിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പം എന്നെ ചീത്ത വിളിച്ചാൽ അവർക്ക് എന്നെ കൊല്ലും വെട്ടും എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ റോഡിൽ തന്നെ നടക്കുന്നത്. ഈ ഓംപ്രകാശിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. പഠിക്കാൻ മിടുക്കണമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ മറ്റേ ഹൈപ്പാക്കാൻ പറ്റും. എനിക്കതൊന്നും ആഗ്രഹമില്ല. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഒരാളെ ഇതാക്കാൻ പാടില്ല. പഠിക്കാൻ മിടുക്കനാണ്, അതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധി. അങ്ങനെ ഒരു മിടുക്കനായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഈ കൊട്ടേഷൻ തലവൻ എന്നൊരു പ്രതിച്ഛായ? അത് പോലീസ് അല്ലല്ലോ, പത്രങ്ങൾ തന്നൊരു ഇതല്ലേ. എന്നെ ഒരിക്കലും ഇവിടുത്തെ പോലീസ് അങ്ങനെ ഒരു ഇത് തന്നെ. അവർക്ക് എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആവുന്നുള്ള ഒറ്റ പേടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പം ഇവിടുത്തെ ഒരു പബ്ബിൽ പോകാൻ വയ്യ, ഒരു പബ്ലിക്കായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇടപെടാറില്ല. ഇതെല്ലാം ഈ റെസ്ട്രിക്ഷൻസ് കാണാൻ. ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. ആരെ വേണം അറസ്റ്റ്? നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ എത്ര പേര് അങ്ങനെ അറസ്റ്റ് ചെയ്തു? അപ്പം അതിനൊന്നും ഒരു കാര്യമില്ല. എനിക്കിവിടെ നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളുമാണ്. എല്ലാ മേഖലയിലും അടുപ്പമുണ്ട്. രാഷ്ട്രീയ ഉന്നതരായിട്ടൊന്നും അടുപ്പമില്ല. പിന്നെ ഏത് മേഖലയിലും? അല്ല, ഞാൻ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലല്ലോ, എനിക്കല്ലേ അവർ സഹായം ചെയ്തത്. ഞാൻ അവർ സഹായം ചെയ്യേണ്ട കാര്യം രാഷ്ട്രീയക്കാർക്കൊന്നും ഇല്ലില്ല. അങ്ങനെയൊന്നും എൻ്റെ ഒരു രാഷ്ട്രീയക്കാരും ബന്ധപ്പെട്ടില്ല. ഞാനൊരു CPM അനുഭാവിയാണ്. അത് മരയ്ക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇല്ലില്ല, അങ്ങനത്തെ പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. എന്നെപ്പോലെ ഒരാൾ ആവശ്യമില്ല. താങ്കൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ പാർട്ടിയെ? ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. എന്നെ പുറത്താക്കിയത് ഇങ്ങനെ അലിഗേഷൻ വന്നുകൊണ്ടല്ലേ. അത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഓംപ്രകാശിന് ആരാധകരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? ആരാധകരൊക്കെ ഉണ്ട്. അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ്? പലരും പല രൂപത്തിലാണ് ആരാധകരെന്ന് പറയുന്നത്. ഈ ഫാൻസ് പേജുകളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഗുണ്ടകളൊക്കെ ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയില്ല. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ ഉറപ്പായിട്ടും അതിന് ആസ്വദിക്കുന്നുണ്ട്. അല്ല, സെൽഫി എടുക്കുന്ന ആസ്വദിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതെന്താ എൻ്റെ സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാളുടെ ഇഷ്ടമല്ല. ഒരാളോട്ട് ഇപ്പം എൻ്റെ ഒരു സഹോദരൻ ഒരു ബ്രദറുമായിട്ട് അല്ലെങ്കിൽ അവർ നമ്മൾ സെൽഫി എടുത്താൽ അതിനകത്തൊന്ന് കുറ്റം, സെൽഫി എടുക്കും. പക്ഷെ ഞാൻ സെൽഫി എടുത്താൽ വലിയ പ്രശ്നമാണ്. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പിറ്റേ ദിവസം പോലീസ് വിളിക്കും, ഇവരെ പറ്റി അന്വേഷിക്കും.
ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് താങ്കൾ ഈ പഠിക്കാൻ എടുക്കാനായിട്ടുള്ള ഓംപ്രകാശ് എങ്ങനെയാണ് ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിലേക്ക് വന്നതെന്ന്? ഞാൻ കൊട്ടേഷൻ ഈ കൊട്ടേഷൻ എന്ന വാക്കേ തെറ്റാണ്. ഗുണ്ടയല്ല. അല്ലല്ല, ഞാൻ പൊളിറ്റിക്കലി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായ ഒരാളാണ്. പിന്നെ അത് പേഴ്സണലായപ്പോൾ എന്നെ പോലീസ് വീണ്ടും പ്രതിയാക്കി. എന്നെ കള്ളക്കേസാണ് എന്നെ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതൊക്കെ കോടതിയിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എന്നെ കുറ്റക്കാരനെന്ന് വെറുതെ വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ ജീവിക്കും. ഇവർ കേസെടുക്കട്ടെ. കുടുംബമുണ്ട്. അപ്പം എനിക്ക് ഫാമിലി ഇല്ലേ, എനിക്കൊരു മോളുണ്ട്. അവരെവിടെയുള്ളത്? മോളും ഭാര്യ ബാംഗ്ലൂരാണ്. അല്ല, അവർക്കൊക്കെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ താങ്കളുടെ? സ്വാഭാവികമായിട്ട് എൻ്റെ പ്രശ്നങ്ങളിൽ ആദ്യം പേർന്ന അവരെ വീട്ടിലല്ലേ കയറുള്ളൂ. അവർ വളരെ റെപ്യൂട്ടായിട്ടൊരു പിന്നെ സൊസൈറ്റി താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മോൾക്ക് അറിയില്ല, അവർക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന വാർത്തകൾ കാണാത്തില്ലതുകൊണ്ട് അവർക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പറയേണ്ടി വരും. അല്ല, തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊക്കെ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും ഇത്രയും പ്രാവശ്യം. ആണോ? പിന്നെ എല്ലാ ദിവസവും മനസ്താപം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ പ്രാവശ്യം. ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഇങ്ങനെയൊന്നും ഒരു ഇമേജ് വരാൻ പാടില്ലെന്ന് ഒരുപാട് പ്രാവശ്യം തോന്നി. ഈ ഇമേജ് ഇല്ലായിരുന്നെങ്കിൽ ആരായേനെ? ഞാൻ ഓംപ്രകാശ് കോടീശ്വരനാണ്, ബിസിനസ് കേരളത്തിൽ അറിയപ്പെടുന്ന ബിസിനസ്മാനാണ്. ഇനി ഓംപ്രകാശ് ഇപ്പം ഓക്കെ ഇതെല്ലാം നിർത്തി, ഈ ക്രിമിനൽ ആക്ടിവിറ്റി എല്ലാം നിർത്തി? ഒന്നുമില്ല, ഞാൻ ഓപ്പണായിട്ട് പറയല്ലേ, എനിക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇപ്പം എങ്ങനെയാണ് പിന്നെ ജീവിക്കണത്? ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നു. ജോലി എന്ന് വെച്ചാൽ എന്ത് ജോലി? ഞാൻ ഇത് കണക്കുള്ള രീതി തന്നെയാണ്. ഏത്? റിയൽ എസ്റ്റേറ്റും മറ്റു ബിസിനസ്സുകളും. ഓക്കെ, എന്തായാലും അങ്ങനെ നന്നായിട്ട് ജീവിക്കട്ടെ. അതെ, ഓക്കെ, താങ്ക് യു.